ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിഗ് നൗസ് ടെക്. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് പാർട്സ് ഓഫ് സ്പീച്ചിലെ ടൈപ്സ് ഓഫ് പാർട്ട് ഓഫ് സ്പീച്ചിലെ ഫസ്റ്റ് നൗൺ ആൻഡ് പ്രോനൗൺ എന്ന ടോപ്പിക്സ് ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതാണ്? അഡ്ജക്റ്റീവ് ആണ്. എന്താണ് അഡ്ജക്റ്റീവ്? ആൻ അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് വിച്ച് ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ നൗൺ ഓർ പ്രോനൗൺ ടു ക്വാണ്ടിഫൈ ഇറ്റ്. വാട്ട് ഈസ് അഡ്ജക്റ്റീവ്? An adjective is a word which is used to describe a noun or pronoun to quantify it. ഒരു നൗണിനെയോ അല്ലെങ്കിൽ പ്രോനൗണിനെയോ വിവരിക്കാൻ, അതുമല്ലെങ്കിൽ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെ വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു നൗണിനെയോ പ്രോനൗണിനെയോ വിവരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കുന്ന വാക്കിനെ വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് അഡ്ജക്റ്റീവ്? It used to describe or quantify or modify noun or pronoun. എന്താണ്? It describe, quantify, modify noun or pronoun. നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന്, വിവരിക്കുന്നതിന്, അല്ലെങ്കിൽ ക്വാണ്ടിഫൈ ചെയ്യുന്നതിന്, അതുമല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അഡ്ജക്റ്റീവ്സിൻ്റെ എന്താണ് എക്സാമ്പിൾസ് നോക്കിയേ. എ ബ്യൂട്ടിഫുൾ കാർ. എന്താണ് എ ബ്യൂട്ടിഫുൾ കാർ? ഈ കാർ എന്നത് ഒരു നൗണാണ്. കാർ എന്നത് ഒരു നൗണാണ്. ആ കാർ എന്നതിനെ വിശേഷിപ്പിക്കുന്നതിന്, എന്താണ് ആ കാർ എന്നതിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച വാക്ക് ഏതാണ് ഈ സെൻറ്റൻസിൽ? ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. ലൈക്ക് കാറ് ഭംഗിയുള്ളതാണെന്ന് പറയാൻ ബ്യൂട്ടിഫുൾ, ഭംഗിയുള്ള എന്ന വാക്കാണ് ആ കാറിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സെൻറ്റൻസിൽ ഉപയോഗിച്ചത്. അപ്പം കാർ എന്ന നൗണിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച ബ്യൂട്ടിഫുൾ എന്ന വേർഡാണ് ഈ സെൻറ്റൻസിൽ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഏതാണ്? എ ബ്യൂട്ടിഫുൾ കാർ, ഹി ഈസ് ബ്യൂട്ടിഫുൾ, ദ ബോയ് ഈസ് ടോൾ. എന്താണ്? എ ബ്യൂട്ടിഫുൾ കാർ, ഹി ഈസ് ബ്യൂട്ടിഫുൾ, ദ ബോയ് ഈസ് ടോൾ. ഇതിൽ ബ്യൂട്ടിഫുൾ കാറിൽ കാറിനെ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബ്യൂട്ടിഫുൾ എന്ന അഡ്ജക്റ്റീവ് യൂസ് ചെയ്തു. ഹി ഈസ് ബ്യൂട്ടിഫുൾ എന്നതിൽ ബ്യൂട്ടിഫുൾ എന്നത് ഹി എന്ന നൗണിനെ അല്ലെങ്കിൽ ഹി എന്ന വാക്കിനെ എന്താണ് മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്യൂട്ടിഫുൾ എന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചു. ദ ബോയ് ഈസ് ടോൾ എന്നതിൽ അഡ്ജക്റ്റീവ് ഏതാണ്? ടോൾ എന്ന വാക്കാണ്. ഏതാണ്? ടോൾ എന്ന വാക്കാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ദ ബോയ് ഈസ് ടോൾ എന്നതിൽ ടോൾ എന്നതാണ് അഡ്ജക്റ്റീവ് എന്നത്. ബോയ് എന്ന നൗണിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ എന്തുപയോഗിച്ചത്? ടോൾ എന്ന അഡ്ജക്റ്റീവ് പദം ഉപയോഗിച്ചത്. ക്ലിയർ ആയില്ലേ? അപ്പം എന്താണ് അഡ്ജക്റ്റീവ്? ഇറ്റ് യൂസ് ഡിസ്ക്രൈബ്, ക്വാണ്ടിഫൈ ഓർ മോഡിഫൈ നൗൺ ഓർ പ്രോനൗൺ. നൗണിനെയോ പ്രോനൗണിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളെ വിളിക്കുന്ന പേരാണ് എന്ത്? അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് ഒന്നുകൂടിയും പറയുന്നുണ്ട്. എ ബ്യൂട്ടിഫുൾ കാർ, ഹി ഈസ് ബ്യൂട്ടിഫുൾ, ദ ബോയ് ഈസ് ടോൾ. ക്ലിയർ ആയില്ലേ? ഈ 3 എക്സാമ്പിൾസിലും നമ്മൾ ആ നൗണിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? ഈ അഡ്ജക്റ്റീവിനെ, ഇപ്പം നമ്മൾ പറഞ്ഞ അഡ്ജക്റ്റീവിനെ നൗണിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ അഡ്ജക്റ്റീവിനെ നൗണിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് 2ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്, സെക്കൻഡ് വൺ ഈസ് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്. എന്താണ്? ഫസ്റ്റ് വൺ ഈസ് ആട്രിബ്യൂട്ടീവ്, സെക്കൻഡ് വൺ ഈസ് പ്രെഡിക്കേറ്റീവ്. ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആൻഡ് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്. ഇതിൽ ഫസ്റ്റ് എന്താ നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്? എന്താണ്? ആൻ ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ഈസ് ആൻ അഡ്ജക്റ്റീവ് ദാറ്റ് കംസ് ഡയറക്ട്ലി ബിഫോർ ഓർ ആഫ്റ്റർ എ നൗൺ ഓർ പ്രോനൗൺ വിത്തൗട്ട് എ ലിങ്കിങ് verb to modify it. An attributive adjective is an adjective that comes directly before or after a noun or pronoun without a linking verb to modify it. ഒരു അഡ്ജക്റ്റീവ് അത് വിശേഷിപ്പിക്കുന്ന നൗണിൻ്റെ തൊട്ട് മുമ്പിൽ പ്രയോഗിക്കുന്ന ആ ഒരു സെൻറ്റൻസിനെ വിളിക്കുന്ന പേരാണ് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നമുക്കൊരു സെൻറ്റൻസ് തന്നാൽ ആ സെൻറ്റൻസിലെ
നൗണിൻ്റെ തൊട്ട് മുമ്പായിട്ട് ലിങ്കിങ് വേർബ്സ് ഒന്നും ഇല്ലാതെ നൗണിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ എന്താണ് ആ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ വരുന്ന സെൻറ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ക്ലിയർ ആയോ? ആൻ അഡ്ജക്റ്റീവ് ദാറ്റ് കംസ് ബിഫോർ എ നൗൺ. ചെറുതാക്കി പറയുകയാണെങ്കിൽ എന്താണ് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ചെറിയൊരു ഡെഫിനിഷൻ എന്താണ്? ആൻ അഡ്ജക്റ്റീവ് ദാറ്റ് കംസ് ബിഫോർ എ നൗൺ എന്നാണ് പറയുന്നത്. നൗൺസിൻ്റെ തൊട്ട് മുമ്പായിട്ട് അതിനോട് ചേർന്ന് വരുന്ന ആ ഒരു എന്താണ് അഡ്ജക്റ്റീവ് മീൻസ് വിശേഷ വാക്കുകൾ വരുന്നതിനെ വിളിക്കുന്ന പേരാണ് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കിയേ. സ്പൈസി ഫുഡ്, ലേസി ഗേൾ, ഓൾഡ് മാൻ, പിങ്ക് ഷർട്ട്, യെല്ലോ ഫ്ലവർ. ഏതൊക്കെയാണ്? സ്പൈസി ഫുഡ്, ലേസി ഗേൾ, ഓൾഡ് മാൻ, പിങ്ക് ഷർട്ട്, യെല്ലോ ഫ്ലവർ. ഈ 5 എക്സാമ്പിളിലും ഫുഡ് എന്നതും ഗേൾ എന്ന് പറയുന്നതും മാൻ എന്ന് പറയുന്നതും ഷർട്ട് എന്ന് പറയുന്നതും ഫ്ലവർ എന്ന് പറയുന്നതും ഇതിൽ നൗൺസ് ആണ്. ക്ലിയർ ആയോ? ഈ 5 സെൻറ്റൻസിൽ ലാസ്റ്റ് വരുന്ന ടേംസ് എല്ലാം നൗൺസ് ആണ്. ആ നൗൺസിനെ തൊട്ട് മുമ്പിലായിട്ട് വന്നിട്ടുള്ള വാക്കുകൾ പെട്ടെന്ന് മനസ്സിലാവാനാണ് ചെറിയ എക്സാമ്പിൾസ് എടുത്തത് കേട്ടോ. അപ്പോൾ ആ ഒരു നൗൺസിൻ്റെ തൊട്ട് മുമ്പിൽ അതിനോട് ചേർന്ന് ആ നൗൺസിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വന്ന വാക്കുകൾ ഏതാണ്? പിന്നെ അവിടെ വേറെ വാക്കൊന്നുമില്ല, പെട്ടെന്ന് മനസ്സിലാവാൻ ചെറിയ എക്സാമ്പിൾസ് എടുത്തതുകൊണ്ട് നമുക്കവിടെ വേറെ കുറേ വാക്കുകളൊന്നുമില്ല. അപ്പോൾ ആ നൗൺസിൻ്റെ തൊട്ട് മുമ്പിൽ വരുന്ന വാക്കുകൾ ഏതാണ്? അതാണ് അഡ്ജക്റ്റീവ്സ്. ലേസി ഗേൾ, ഓൾഡ് മാൻ, പിങ്ക് ഷർട്ട് ആൻഡ് യെല്ലോ ഫ്ലവർ. അപ്പോൾ ഇതാണ് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് എന്താണ്? ആൻ അഡ്ജക്റ്റീവ് ദാറ്റ് കംസ് ബിഫോർ എ നൗൺ എന്നാണ് പറയുന്നത്. അപ്പോൾ ദെൻ നെക്സ്റ്റ് ഏതാണ്? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്. ഏതാണ്? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്. എന്താണ് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്? സബ്ജക്റ്റ് പ്ലസ് ലിങ്കിങ് വേർബ് പ്ലസ് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്. എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ലിങ്കിങ് വേർബ് പ്ലസ് അഡ്ജക്റ്റീവ്സ് ഈസ് ഈക്വൽ ടു പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്. സബ്ജക്റ്റും ലിങ്കിങ് വേർബും അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവും കൂടി ചേർന്ന സെൻറ്റൻസ് ആണ് എന്ത്? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് എ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ഈസ് ആൻ അഡ്ജക്റ്റീവ് ദാറ്റ് കംസ് ആഫ്റ്റർ എ ലിങ്കിങ് വേർബ് ആൻഡ് ഡിസ്ക്രൈബ് ദ സബ്ജക്റ്റ് ഓഫ് ദി സെൻറ്റൻസ്. A predicative adjective is an adjective that comes after a linking verb and describe the subject of the sentence. ഒരു നൗണിന് പകരം വേർബിനോട് അല്ലെങ്കിൽ ക്രിയാപദത്തോട് ചേർത്ത് എഴുതുന്ന അഡ്ജക്റ്റീവ്സ് ആണ് എന്ത്? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് ഒരു സെൻറ്റൻസിൽ നൗണിന് പകരം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് നൗണിൻ്റെ തൊട്ട് മുമ്പ് നൗണിനോട് ചേർത്ത് എഴുതുന്നത് ആട്രിബ്യൂട്ടീവ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെൻറ്റൻസിൽ എങ്ങനെയാണ്? നൗൺ അല്ല, നൗണിന് പകരം ക്രിയയോട് ലിങ്കിങ് വേർബ്സിനോട് ക്രിയാപദത്തോട് ചേർത്ത് എഴുതിക്കൊണ്ട് വരുന്ന വാക്കുകൾ, ക്രിയാപദത്തോട് ചേർത്ത് എഴുതിക്കൊണ്ട് വരുന്ന വാക്കുകളാണ് ഏത്? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നൗണിന് പകരം ക്രിയാപദത്തോട് ചേർത്താണ് അഡ്ജക്റ്റീവ് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സെൻറ്റൻസ് കൺഫേം ആയിട്ട് ഏതാണ്? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ക്ലിയർ ആയില്ല? എന്താണ് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? What is predicative adjective? An adjective that comes after a noun. That come after a noun. മറ്റേത് ബിഫോർ എ നൗൺ, പ്രെഡിക്കേറ്റീവ് ആഫ്റ്റർ എ നൗൺ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഇനി എക്സാമ്പിൾസ് നോക്കാം. ഷീ ഈസ് ഹംഗ്രി. എന്താണ്? ഷീ ഈസ് ഹംഗ്രി. ആ ഒരു ടേം നോക്കിയേ. ഇതിൽ ഹംഗ്രി എന്ന് പറയുന്നത് എന്താണ്? അഡ്ജക്റ്റീവ് വേർഡാണ് അല്ലേ? ഹംഗ്രി എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് വേർഡാണ്. ഈ ഹംഗ്രി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ഈ സെൻറ്റൻസിൽ ഹംഗ്രി എന്നത് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഏതിനെയാണ്? ഷീ എന്ന വാക്കിനെയാണ് അല്ലേ? ഏതിനെയാണ്? ഷീ എന്ന വാക്കിനെയാണ്. ഷീ എന്ന സബ്ജക്റ്റിനെയാണ് അല്ലേ? അപ്പോൾ ഈ സെൻറ്റൻസിൽ ഹംഗ്രി എന്നത് വിശേഷിപ്പിക്കുന്നത് ഷീ എന്ന വേർഡിനെയാണ്. അപ്പോൾ ആ ഒരു ഷീ എന്ന വേർഡിനോട് ചേർത്താണ് ഹംഗ്രി എന്ന് എഴുതിയിട്ടുള്ളത് ഈ സെൻറ്റൻസിൽ? അല്ല. അതിൻ്റെ ഇടയിൽ എന്ത് വരുന്നുണ്ട്? ഒരു ലിങ്കിങ് വേർബ് വരുന്നുണ്ട് അല്ലേ? ഒരു ക്രിയാപദം വരുന്നുണ്ട്. ഏതാണ്? ഈസ് എന്ന പദം വരുന്നുണ്ട്. അപ്പോൾ ഷീ ഈസ് ഹംഗ്രി എന്നതിൽ എന്താണ്? ഹംഗ്രി എന്ന
അഡ്ജക്റ്റീവ് ലിങ്കിങ് വേർബിനോട് ചേർത്ത് എഴുതിക്കൊണ്ട് ഈസ് എന്ന ലിങ്കിങ് വേർബിനോട് ചേർത്ത് എഴുതിയത് കൊണ്ട് ഇത് ഏതിൻ്റെ എക്സാമ്പിളാണ്? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവിൻ്റെ എക്സാമ്പിളാണ്. ക്ലിയർ ആയോ? ഷീ ഈസ് ഹംഗ്രി. ഹംഗ്രി എന്നത് നമ്മുടെ ഷീ എന്ന വേർഡിൻ്റെ കൂടെ അല്ലാതെ അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ലിങ്കിങ് വേർബായിട്ട് ക്രിയാപദമായിട്ട് വന്ന ഈസ് എന്നതിനോട് ചേർത്ത് എഴുതിയത് കൊണ്ട് ഇത് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവിൻ്റെ എക്സാമ്പിളാണ്. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. റാണി വാസ് ഫാറ്റ്. എന്താണ്? റാണി വാസ് ഫാറ്റ്. ഫാറ്റ് ഈസ് അഡ്ജക്റ്റീവ്. ഫാറ്റ് എന്താണ്? ഫാറ്റ് എന്ന പദം അഡ്ജക്റ്റീവ് ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്? വിശേഷിപ്പിക്കുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്, മോഡിഫൈ ചെയ്യുന്നത് എന്തിനെയാണ്? റാണിയെയാണ്, അല്ലേ? റാണിയെയാണ്. പക്ഷെ അതിലെന്താണ് പ്രശ്നം? റാണി ഫാറ്റ് എന്നാണോ എഴുതിയിരിക്കുന്നത്? അല്ല. ഇനി അല്ലെങ്കിൽ ഫാറ്റ് റാണി എന്നാണോ എഴുതിയിരിക്കുന്നത്? അത് രണ്ടും അല്ല. പകരം നമ്മൾ അതിൻ്റെ ഇടയിൽ എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? റാണി വാസ് ഫാറ്റ്, അല്ലേ? റാണി വാസ് ഫാറ്റ്. അപ്പോൾ ഈ വാസ് എന്ന് പറയുന്നത് എന്താണ്? ലിങ്കിങ് വേർബാണ്. വാസ് എന്താണ്? ലിങ്കിങ് വേർബാണ്. അപ്പം എന്താണ്? നമ്മൾ ക്രിയാപദത്തോട് ചേർത്താണ് അവിടെ എന്ത് എഴുതിയിട്ടുള്ളത്? സെൻറ്റൻസിൽ ഫാറ്റ് എഴുതിയിട്ടുള്ളത്, അല്ലേ? ആ ഒരു ടേം അപ്പം ഏതാണ്? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവിന് എക്സാമ്പിളാണ്, അല്ലേ? ക്ലിയർ ആയില്ലേ? രണ്ട് എക്സാമ്പിൾസും കൂടിയും പറഞ്ഞപ്പോൾ എങ്ങനെയാണ് ആട്രിബ്യൂട്ട് വരുന്നത്, എങ്ങനെയാണ് പ്രെഡിക്കേറ്റീവ് വരുന്നത് എന്ന് ക്ലിയർ ആയില്ലേ? നമ്മൾ ആട്രിബ്യൂട്ടിൽ പറഞ്ഞു സ്പൈസി ഫുഡ്, ലേസി ഗേൾ, ബ്യൂട്ടിഫുൾ ഗേൾ. അതൊക്കെ ഏതാണ്? ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവാണ്. നൗണിന് തൊട്ട് ചാരി തൊട്ട് മുമ്പായിട്ട് എഴുതുന്നതാണ് സ്പൈസി, ലേസി, ബ്യൂട്ടിഫുൾ. ഗേൾ, ബോയ് ഒക്കെ അതിന് ശേഷമാണ് നമ്മൾ ടേം യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ വേറെ ലിങ്കിങ് വേർബ്സ് ഒന്നും വരുന്നില്ല. നൗണിന് തൊട്ട് മുമ്പായിട്ട് അതിനോട് ചേർത്ത് തന്നെ എഴുതുന്ന ആ ഒരു ടേം ആട്രിബ്യൂട്ടീവാണ്. നമുക്ക് സെൻറ്റൻസ് കാണുമ്പോൾ ഒരിക്കലും അവിടെ കൺഫ്യൂഷൻസ് വേണ്ട. നമ്മൾ നൗണിൻ്റെ തൊട്ട് മുമ്പായിട്ട് വേറെ ഒരു ലിങ്കിങ് വേർബ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതെന്തായാലും ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്സ് ആണ്. ദെൻ പ്രെഡിക്കേറ്റീവ്സ് ഏതാണ്? ഷീ ഈസ് ഹംഗ്രി, റാണി വാസ് ഫാറ്റ്. ആ രണ്ട് ടേംസിലും അഡ്ജക്റ്റീവിൻ്റെ മുന്നേ ആയിട്ട് ലിങ്കിങ് വേർബ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ലിങ്കിങ് വേർബ്സിനോട് ചേർത്ത് എഴുതിക്കൊണ്ട് വരുന്ന ആ ഒരു അഡ്ജക്റ്റീവ്സിൻ്റെ സെൻറ്റൻസ് ടേമിനെ നമ്മൾ വിളിക്കുന്നതാണ് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയോ? എന്താണ് അഡ്ജക്റ്റീവ്, എന്താണ് ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ്, എന്താണ് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? 2-3 എക്സാമ്പിൾസ് ഞാൻ പറയാം. അതൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അത് ഏതൊക്കെയാണെന്ന് പറയാൻ കഴിയുന്നുണ്ടോ നോക്കാം. ഞാനും ക്ലിയർ ചെയ്യാം. ദെൻ നമുക്കപ്പോൾ എന്ത് ചെയ്യാം? ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതുവരെ എന്താണ് ഡിസ്കസ് ചെയ്തത്? ആട്രിബ്യൂട്ടീവ് ആൻഡ് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ്, അല്ലേ? അഡ്ജക്റ്റീവ് എന്ന ഭാഗത്തിലെ നൗണിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് തരംതിരിച്ച ഈ 2 പാർട്സാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഒരുപാട് എക്സാമ്പിൾസും കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇതിൽ പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നൗണിന് മുമ്പായിട്ട് വരുന്നതാണോ? അല്ല. എന്താണ് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഒരു അഡ്ജക്റ്റീവിന് മുമ്പായിട്ട് വരുന്ന ലിങ്കിങ് വേർബ്സ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ അഡ്ജക്റ്റീവ് ആ സെൻറ്റൻസിൽ എഴുതുന്നത് ലിങ്കിങ് വേർബ്സിനോട് ചേർത്തിട്ടായിരിക്കും. അങ്ങനെ വരുന്നതാണ് പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് സബ്ജക്റ്റ് പ്ലസ് ലിങ്കിങ് വേർബ് പ്ലസ് അഡ്ജക്റ്റീവ് ഈസ് ഈക്വൽ ടു പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് എന്നാണ് പറയുന്നത്. നമ്മൾ 2 എക്സാമ്പിൾസ് പറയാം. അതിൽ ഏതാണ് പ്രെഡിക്കേറ്റീവ്, ഏതാണ് ആട്രിബ്യൂട്ടീവ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. നമ്മൾ ഇത്രയും ക്ലാസ്സസ് ഡിസ്കസ് ചെയ്തതുകൊണ്ട് നമുക്ക് 2 എക്സാമ്പിൾസ് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം ഞാൻ 2 എക്സാമ്പിൾസ് പറയാം. ഏതൊക്കെയാണെന്ന് നോക്കിയേ. ദാറ്റ് ഈസ് എ ഹാപ്പി ഡോഗ്. എന്താണ്? ദാറ്റ് ഈസ് എ ഹാപ്പി ഡോഗ് ആൻഡ് ദാറ്റ് ഡോഗ് സീംസ് ഹാപ്പി. ഈ 2 സെൻറ്റൻസ് ആണ്. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് എ ഹാപ്പി ഡോഗ്, സെക്കൻഡ് വൺ ദാറ്റ് ഡോഗ് സീംസ് ഹാപ്പി. ദാറ്റ് ഈസ് എ ഹാപ്പി ഡോഗ് എന്ന് പറയുന്നതും ദാറ്റ് ഡോഗ് സീംസ് ഹാപ്പി എന്ന് പറയുന്നതും ഇതിലേതാണ് ആട്രിബ്യൂട്ടീവ്, ഇതിലേതാണ് പ്രെഡിക്കേറ്റീവ്? ഏതാണ്? ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിയേ. ദാറ്റ് ഈസ് എ ഹാപ്പി ഡോഗ്. ഇതിലേതാണ് നൗണ്? ഡോഗ് എന്താണ്? നൗണ്, അല്ലേ? ഈ ഡോഗ് എന്നതിൻ്റെ നൗണിൻ്റെ തൊട്ട് മുമ്പായിട്ട് വന്നത് എന്താണ്? അഡ്ജക്റ്റീവ് ആണ്. ഏതാണ് ആ വേർഡ്? ഹാപ്പി. ഹാപ്പി എന്ന അഡ്ജക്റ്റീവ് ആണ് നൗണിൻ്റെ തൊട്ട് മുമ്പായിട്ട് വന്നിട്ടുള്ളത്.
ക്ലിയർ ആയോ? അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു നൗണിൻ്റെ തൊട്ട് മുമ്പായിട്ട് നോണിനോട് ചേർന്ന് തൊട്ട് മുമ്പായിട്ട് വരുന്ന ആ ഒരു ടേമിനെ വിളിക്കുന്നത് ഏതാണ്? ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവ് ആണെന്ന് അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് എ ഹാപ്പി ഡോഗ് എന്ന് പറയുന്നത് ഏതിൻ്റെ എക്സാമ്പിളാ? ആട്രിബ്യൂട്ടീവ് അഡ്ജക്റ്റീവിൻ്റെ എക്സാമ്പിളാണ്. ദാറ്റ് ഡോഗ് സീംസ് ഹാപ്പി. എന്താണ്? ദാറ്റ് ഡോഗ് സീംസ് ഹാപ്പി. ഇതേതാണപ്പോൾ? ഇതിൽ ഹാപ്പി ആണ് ലാസ്റ്റ് വരുന്നത് അല്ലേ? അഡ്ജക്റ്റീവ് ആണ് ലാസ്റ്റ് വരുന്നത്, നൗൺ ആണോ? അല്ല. ആ അഡ്ജക്റ്റീവിൻ്റെ തൊട്ട് മുന്നേ വരുന്നത് എന്താണ്? നൗൺ ആണോ? അല്ല, ലിങ്കിങ് വേർബാണ് അല്ലേ? ക്രിയാപദമാണ് അഡ്ജക്റ്റീവിൻ്റെ തൊട്ട് മുമ്പായിട്ട്. അഡ്ജക്റ്റീവിനോട് ചേർത്ത് എഴുതിയിരിക്കുന്നത് ഏതാണ്? ലിങ്കിങ് വേർബാണ് അഥവാ ക്രിയാപദമാണ് അല്ലേ? അതിൻ്റെ മുന്നേ ആണ് എന്ത് വരുന്നത്? ഡോഗ്സ് എന്ന് വരുന്നത്. ആ നൗണിനെ വിശേഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ആ സെൻറ്റൻസിൽ ഹാപ്പി എന്ന അഡ്ജക്റ്റീവ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ ഹാപ്പി എന്ന അഡ്ജക്റ്റീവിന് എന്തിനോട് ചേർത്താണ് എഴുതിയിരിക്കുന്നത്? ലിങ്കിങ് വേർബിനോട് ചേർത്താണ് അവിടെ അഡ്ജക്റ്റീവ് എഴുതിയിരിക്കുന്നത്. ക്രിയാപദത്തോട് ചേർത്താണ് ആ സെൻറ്റൻസിൽ അഡ്ജക്റ്റീവ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഈ സെൻറ്റൻസ്? ദാറ്റ് ഡോഗ് സീംസ് ഹാപ്പി എന്ന സെൻറ്റൻസ് എന്താണ്? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ഏതാണ്? പ്രെഡിക്കേറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. ടുഡേ ഈസ് ഗ്ലൂമി ഡേ. എന്താണ്? ടുഡേ ഈസ് ഗ്ലൂമി ഡേ. ടുഡേ ഈസ് ഗ്ലൂമി. ടുഡേ ഈസ് ഗ്ലൂമി ഡേ. ടുഡേ ഈസ് ഗ്ലൂമി. ഈ രണ്ട് സെൻറ്റൻസിലോ ടുഡേ ഈസ് ഗ്ലൂമി ഡേ എന്ന് പറയുന്നത് ഏതാണ്? ടുഡേ ഈസ് ഗ്ലൂമി ഡേ. ടുഡേ ഈസ് ഗ്ലൂമി. ക്ലിയർ ആയോ? ആ രണ്ട് സെൻറ്റൻസിലും ഫസ്റ്റ് വൺ ടുഡേ ഈസ് ഗ്ലൂമി ഡേ എന്ന് പറയുന്നത് ആട്രിബ്യൂട്ടീവും ടുഡേ ഈസ് ഗ്ലൂമി എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റീവാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡേ എന്ന നൗണിന് മുമ്പായിട്ട് നമുക്ക് അവിടെ വന്നിട്ടുള്ളത് അഡ്ജക്റ്റീവാണ്. അതുകൊണ്ട് ഫസ്റ്റ് സെൻറ്റൻസ് ആട്രിബ്യൂട്ടീവാണ്. സെക്കൻഡ് സെൻറ്റൻസിൽ ലാസ്റ്റ് വന്നിരിക്കുന്നത് അഡ്ജക്റ്റീവാണ്. ലിങ്കിങ് വേർബായിട്ടുള്ള ഈസിനോട് ചേർത്ത് എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് അതേതാണ്? പ്രെഡിക്കേറ്റീവാണ്. അപ്പോൾ ക്ലിയർ ആയില്ലേ എന്താണ് ആട്രിബ്യൂട്ടീവ്, എന്താണ് പ്രെഡിക്കേറ്റീവ് എന്ന്? നമ്മൾ മുന്നേ ഒരുപാട് എക്സാമ്പിൾസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തെങ്കിലും ഇപ്പം നമ്മൾ ഒരുപോലത്തെ രണ്ട് എക്സാമ്പിൾസ് എടുത്ത് പറയാൻ കാരണം പെട്ടെന്ന് ക്ലിയർ ആവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താണ് ആട്രിബ്യൂട്ടീവ്? ആൻ അഡ്ജക്റ്റീവ് ദാറ്റ് കംസ് ബിഫോർ എ നൗൺ. ആട്രിബ്യൂട്ടീവ് എന്താണ്? ആൻ അഡ്ജക്റ്റീവ് ദാറ്റ് കംസ് ബിഫോർ എ നൗൺ. പ്രെഡിക്കേറ്റീവ് ആൻ അഡ്ജക്റ്റീവ് ദാറ്റ് കംസ് ആഫ്റ്റർ എ നൗൺ. ഒന്ന് ബിഫോർ എ നൗൺ, ഒന്ന് ആഫ്റ്റർ എ നൗൺ. അപ്പോൾ ഇതാണ് ആട്രിബ്യൂട്ടീവ് ആൻഡ് പ്രെഡിക്കേറ്റീവ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് എന്താണ്? പാർട്സ് ഓഫ് സ്പീച്ചിലെ തേർഡ് പാർട്ടായിട്ടുള്ള അതിലെ ടൈപ്സ് ഓഫ് പാർട്സ് ഓഫ് സ്പീച്ചിലെ തേർഡ് പാർട്ടായിട്ടുള്ള അഡ്ജക്റ്റീവ് എന്ന ടോപ്പിക്കാണ്. എന്താണ് അഡ്ജക്റ്റീവ് എന്നും ആ അഡ്ജക്റ്റീവിനെ നൗണിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ആ രണ്ട് ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നാളെ നമ്മൾ അഡ്ജക്റ്റീവ്സിൻ്റെ മറ്റൊരു ഭാഗവുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ടൈപ്സ് ഓഫ് അഡ്ജക്റ്റീവ് എന്ന ഭാഗവുമായി നമുക്ക് നാളെ വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്താണ്? ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. Okay, bye-bye.